ഹായ് നമസ്കാരം. ഇന്നലെയൊന്നും ഞാനൊന്നും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 2-3 ദിവസം ഓഫായിപ്പോവും. അങ്ങനെ ഒരു ദിവസം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പിന്നെ 2-3 ദിവസത്തേക്ക് ഒറ്റ ഓഫാകലാണ്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ല സ്ട്രോങ്, കുറേ നാളായി ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നതിൻ്റെ റേഡിയേഷൻ മുമ്പേ പറഞ്ഞു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഹൈ ബി പി എന്നെല്ലാം പറഞ്ഞാൽ 150-118. കുറേ നാൾ ബി പി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യം ബി പി അതുപോലെ, പിന്നെ ബി പിൻ്റെ ഗുളികയും കഴിച്ച് ഒരു മോർഫിനും കഴിച്ചിട്ടൊക്കെ കിടക്കുക. കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു. എന്താ സംഭവം എന്നൊരു പിടിയുമില്ല. ശരിയാകും. ക്യാൻസർ അല്ലേ, ഭയങ്കര യുദ്ധമല്ലേ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും. സ്ക്രിപ്റ്റ് ചെയ്യാനുണ്ട് ഫിലിമിന് വേണ്ടിയിട്ട്, ചെയ്തതാണ്. ഒന്ന് റീറൈറ്റ് ചെയ്യണം. അപ്പം ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയാകും. ശരിയാകാണ്ട് അവിടെ പോകാം. ഞാൻ പറഞ്ഞില്ലേ, അമ്മൂമ്മയും എല്ലാം ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അല്ല, അമ്മയാണല്ലോ. അമ്മൂമ്മയൊക്കെ ആയിട്ടേ പോകും. ജീവിക്കും, ഒരുപാട് കാലം ജീവിക്കണം. ഭയങ്കര ഒരു ഈ തലവേദന, ബി പി വരുമ്പോഴുള്ളൊരു തലവേദന, ബി പി ഉള്ളവർക്കറിയാം. തല ഇങ്ങനെ വളരെ കണ്ണ് തുറക്കാൻ പറ്റില്ല. അങ്ങനെ അത് വരുമ്പോഴേ അറിയാം ബി പി കൂടിയതാണെന്ന്. അതിനിടയിലാണെങ്കിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നടുവ് ഇങ്ങനെ മുറിഞ്ഞു പോകാൻ പോലെ. അത് ഈ നടുവേദനൻ്റെ പ്രശ്നമാണ്. അത് ഈ കീമോ ചെയ്തവർക്ക് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തവർക്കെല്ലാം അറിയാം. ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. ആ സൈഡ് എഫക്റ്റിൽ കാലിങ്ങനെ അങ്ങ് വിരലിൻ്റെ അവിടം വരെ മുറിഞ്ഞു പോകാൻ പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിക്കും, കീമോ എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല, ഭയങ്കര സ്ട്രോങ് അല്ലേ. അത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മൾ MBRൽ പോകുമ്പോൾ പിക്ക് ലൈൻ ഇടാതെ കീമോ ചെയ്യുന്ന, ഡയറക്റ്റ് മന്ത്ലി പോയിട്ട് ഡയറക്റ്റ് കീമോ ചെയ്യുന്നൊരു പെണ്ണ്, എനിക്ക് പേര് ഓർമ്മയില്ല. ആ കോഴിക്കോട് അവിടെ എവിടെയോ വീടെന്ന് തോന്നുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കല്യാണത്തിന് മുമ്പേ തന്നെ കല്യാണം തീരുമാനിച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ക്യാൻസർ വന്നുപോയി. പല്ലിനാന്ന് തോന്നുന്നു, മോണയിൽ അങ്ങനെയാണെന്ന് ക്യാൻസർ ഉണ്ടായത്. എന്നിട്ട് അവൻ കല്യാണം കഴിച്ചു. ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ടും കല്യാണം കഴിച്ചു. എന്നിട്ട് അത് ചികിത്സിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവൾക്ക് ലിവറിനെങ്ങാണ്ട് വന്നു. അപ്പോൾ അങ്ങനെ എങ്ങാണ്ട് ചികിത്സക്ക് വന്നതാണ് അവിടെ MBRൽ. അപ്പോൾ അവൾ ഡയറക്റ്റ് കുത്തിയിട്ടുണ്ടായിരുന്നു കയ്യിൽ. ഡയറക്റ്റ് കുത്തുമ്പോൾ ഒരു അണുവീട തെറ്റിപ്പോയി ഞരമ്പെന്ന്. ഈ അണുവീട തെറ്റിപ്പോയിട്ട് ഞാൻ അവളെ കൈ കണ്ടിട്ട് ഞാൻ എന്താ കൈക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത്. അപ്പം ഈ ഞരമ്പ് നീ മരുന്നങ്ങ് മാറിയപ്പോഴത്തേക്ക് ഒരു 1-2-3 ദിവസം കഴിയുമ്പോൾ ഫുള്ള് പൊള്ളിയതുപോലെ ഇങ്ങനെ പുണ്ണായിപ്പോയിന്. കൈയിൻ്റെ പത്തിയില്ല, കൈപ്പത്തി, നമ്മുടെ ഈ ഭാഗത്തിൽ ഫുള്ളിങ്ങനെ പുണ്ണായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എത്ര മാരകമായ മരുന്നാണ് നമ്മുടെ ഞരമ്പിലൂടെ പോകുന്നതല്ലേ. അങ്ങനെയാകുമ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത്, ഈശ്വര, അതുകൊണ്ട് ഇതെല്ലാം കൊണ്ടായിരിക്കാം ഡോക്ടർ പിക്ക് ലൈൻ സജസ്റ്റ് ചെയ്ത്. എനിക്കങ്ങനെ കയറുമ്പം, ഈ കീമോ കയറുന്ന സമയത്തില്ലേ, തലയിങ്ങനെ തന്നെ ഒരു ഇങ്ങനെ ഒരു പുകച്ചിൽ, തലക്കകത്ത് ഇങ്ങനെ ഒരു പുകച്ചിലും തല പൊട്ടിത്തെറിക്കും പോലെയെല്ലാം തോന്നും. ആദ്യം സ്ട്രോങ്, പിന്നെ കീമോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഓഫാവും. എന്നിട്ട് ഞാൻ കിടന്നിട്ട് അന്ന് കാറിൽ ഇങ്ങോട്ട് വരിക, അഡ്മിറ്റാകും. ഒരു ദിവസമെല്ലാം അഡ്മിറ്റായി. കീമോയെല്ലാം കഴിഞ്ഞ് ഒരു റെസ്റ്റെല്ലാം എടുത്തിട്ടാണ് വരിക. ഓക്സിജനെല്ലാം പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാ പേഷ്യൻസിനെയും പോലെയല്ലല്ലോ. ചിലരൊക്കെ ഡേ കെയറിൽ പോയിട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ടോപ്പപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും ഇടയ്ക്കിടയ്ക്ക് കുറയുമ്പോൾ. അപ്പോൾ അവിടെ കിടന്ന് നല്ല അത്രയും കെയറോടെ ചെയ്യേണ്ട ഒരു പേഷ്യൻ്റായിരുന്നു ഞാൻ. ഇപ്പോഴെനിക്ക് സംസാരിക്കും നല്ല തലവേദനയുണ്ട്. തലവേദന എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, തലവേദനയൊക്കെ എങ്ങനെ ഉപമിക്കാമെന്ന് എനിക്കറിയില്ല. ചിലർക്കൊക്കെ BP ഒക്കെ ഉള്ളവർക്ക് മനസ്സിലാവും തലവേദന. ഈ തലവേദനയും നടുവേദനയും ക്ഷീണവും, പെട്ടെന്ന് ഫുഡിനോടൊരു വിരക്തി തോന്നും. അങ്ങനെ ഇടയ്ക്ക് നല്ല സ്ട്രോങ്, ഇടയ്ക്ക് ഓഫാവും.
അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ രാവിലെ ഞാൻ എല്ലാവരെക്കാട്ടി മുമ്പ് എഴുന്നേറ്റ് വന്നിട്ട് റെഡിയാവാന്ന് ഇരിക്കുമ്പോഴത്തേക്ക് തലയാടെ മുറുക്ക് പിടിച്ച് കിട്ടിയതുപോലെ ടമ്പോട്ടം വന്നിട്ട് വേഗം ബി പി നോക്കുമ്പോഴത്തേക്കും ഹൈ ബി പി. അമ്പോട്ടം പറഞ്ഞ് കിടക്കുക, മെഡിസിൻ എടുത്തിട്ട് കിടന്നു. പാവറ്റൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്നല്ല എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പറ്റണ്ടേ, ശരിയാകും നല്ലതായിരിക്കുന്നു. അമ്പോട്ട ഫുഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് വിളിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടണമെന്നെല്ലാം നിർബന്ധമാണ്. പക്ഷേ പറ്റണ്ടേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും 7000 സബ്സ്ക്രൈബേഴ്സ് ആയത് ഭയങ്കര സന്തോഷമുണ്ട്. മണിക്കൂറുമാകാൻ പോകുന്നു. ഞാനിടുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ എനിക്ക് മണിക്കൂർ കിട്ടൂ, മോണിറ്റൈസേഷൻ കിട്ടൂ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിടയിൽ ഞാനും ജീവിക്കണ്ടേ, ഞാനും ജീവിക്കും അടിപൊളിയായിട്ട്. അപ്പോൾ പോസ്റ്റ് ഇടാത്തതിൽ, വീഡിയോ ചെയ്യാത്തതിൽ ആരും സങ്കടപ്പെടരുത്. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലെ അമ്പോട്ടിനുള്ള കട്ടനാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എനിക്ക് അമ്പോട്ടനക്ക് കടലിൻ്റെ വീഡിയോ എല്ലാം വെച്ച് തന്ന് മീനെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാൻ അമ്പോട്ടൻ എന്തൊരു